ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റി ഒരു പെൻറ്റാവലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ ഇലക്ട്രോണുകളെ നൽകുന്നു. അവയാണ് മെജോറിറ്റി ചാർജ് കെരിയേഴ്സ്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോണുകളെ വിട്ടു നൽകിയ ശേഷം പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുകയാണ് ചെയ്യുന്നത്, അഥവാ നിലനിൽക്കുന്നു. ഒന്നുകൂടെ പറയാം, അതായത് ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോണുകളെ വിട്ടു നൽകിയ ശേഷം പോസിറ്റീവ് ചാർജുള്ള അയോണുകളായിട്ട് നിലനിൽക്കുന്നു. ഇനി പറയുന്നത് ഒരു എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റിയിലെ കറണ്ട് കണ്ടക്ഷൻ പ്രധാനമായിട്ടും ഫ്രീ ഇലക്ട്രോണുകൾ വഴിയാണ്. അതായത് നെഗറ്റീവ് ചാർജസ് കോൾഡ് എൻ ടൈപ്പ് ഓർ ഇലക്ട്രോൺ ടൈപ്പ് കണ്ടക്ടിവിറ്റി. ഇനി നെക്സ്റ്റ് പോയിന്റ്, എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റിക്ക് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അവിടെയുള്ള ഫ്രീ ഇലക്ട്രോണുകൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോവുകയും അതുവഴി ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. പറയുന്നത് ക്രിസ്റ്റലിലൂടെയുള്ള കറണ്ട് ഫ്ലോ നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോണുകൾ വഴിയാണ്. അതായത് നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോണുകൾ വഴിയാണ് ക്രിസ്റ്റലിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇമ്പ്യൂരിറ്റിനെയും ഫ്രീ ഇലക്ട്രോണിനെയും നമുക്ക് കാണാം. ഫ്രീ ഇലക്ട്രോണുകൾ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോണുകളാണ് കറണ്ട് ഫ്ലോയ്ക്ക് കാരണം. അതൊക്കെയാണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മളൊരു പ്യുവർ ജെർമേനിയം ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേക്കൊരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് ഗാലിയം, നമ്മളിവിടെ ഗാലിയം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടും. ഒരാൾ അവിടെ മിസ്സിങ് ആയതുകൊണ്ട് അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഗാലിയം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മില്യൺസ് ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. അങ്ങനെയുള്ള സച്ച് ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജായിട്ടുള്ള ഹോൾസിന് നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി പറയുന്നത് ഫോർമേഷൻ ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. അതായത് നമുക്ക് ഈ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഗാലിയം എന്ന് പറയുന്നത് ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണല്ലേ. നമുക്കറിയാം ഗാലിയം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 3 ആയിരിക്കും. ഈ 3 വാലൻസ് ഇലക്ട്രോൺസ് കോവാലൻ്റ് ബോണ്ടിൽ എൻഗേജ്ഡ് ആയിരിക്കും. ബാക്കി ഒരു ഇലക്ട്രോണിൻ്റെ സ്പേസ് അവിടെ എംപ്റ്റി ആയിരിക്കും. അവിടെ എന്താവും? ഹോൾസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. നമുക്കറിയാം അവിടെ ഒരു ഇലക്ട്രോൺ മിസ്സിങ് ആയിരിക്കും. ആ മിസ്സിങ് ഇലക്ട്രോണിനാണ് നമ്മൾ ഹോൾ എന്ന് വിളിക്കുന്നത്. പിന്നെ പറയുന്നത് ഗാലിയം ആറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഗാലിയം ആഡ് ചെയ്യുന്ന സമയത്തും ഓരോ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ മില്യൺസ് ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ബാലൻസ് ബാൻഡിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി പറയുന്നത് ഹോളുകൾ ഇലക്ട്രോണുകളേക്കാൾ കൂടുതലാണ്. അതായത് ഫ്രീ ഇലക്ട്രോണുകളേക്കാൾ ഹോളുകളുടെ ആധിപത്യം കൊണ്ടാണ് ഇതിനെ പി ടൈപ്പ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. കണ്ടക്ടർ അല്ല, സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഫിഗറിൽ പറയുന്നത് പി ടൈപ്പ് മെറ്റീരിയൽ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആ പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസ് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആകർഷിക്കും എന്നാണ് പറയുന്നത്. ഈ ഇതിലെ കറണ്ട് കണ്ടക്ഷൻ ഹോൾസ് കാരണമായിരിക്കും ഇലക്ട്രോൺ അവിടെ കുറവായിരിക്കും. ഫിഗറിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഹോൾസിന് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഒരു കോവാലൻ്റ് ബോണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഹോൾസ് ഉണ്ടല്ലോ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് നീങ്ങും. നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ് ഹോൾസിനുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് നീങ്ങും. അതുപോലെ തന്നെ പി ടൈപ്പ് കണ്ടക്ടിവിറ്റിയിൽ ഹോൾ കറണ്ട് ഉണ്ടാവും. വാലൻസ് ഇലക്ട്രോണുകൾ ഒരു കോവാലൻ്റ് ബോണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ കറണ്ട് കണ്ടക്ഷൻ ഈസ് ബൈ ഇലക്ട്രോൺസ് ആയിരിക്കും. ഇവിടെ കൂടുതലും ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ഈ എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഡോണർ ഇമ്പ്യൂരിറ്റീനെ സപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഈ ഓരോ ഡോണർ ഇമ്പ്യൂരിറ്റിയും എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. അവരെന്താണ്? സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നു.
ഇതേ സിറ്റുവേഷൻ പി ടൈപ്പ് സെമി കണ്ടക്ടറിലും കാണാം. അതുകൊണ്ട് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം എൻ ടൈപ്പിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും പി ടൈപ്പിൽ ലാർജ് നമ്പർ ഓഫ് ഹോൾസും ഉണ്ട്. റൂം ടെമ്പറേച്ചറിൽ ചില കോവാലൻറ്റ് ബോണ്ടുകൾ ബ്രേക്ക് ആവുകയും എൻ ടൈപ്പ് മെറ്റീരിയലിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും റിലീഫ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിനു പുറമെ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ഇമ്പ്യൂരിറ്റി, ഈ ഇമ്പ്യൂരിറ്റീസ് കാരണം ഫ്രീ ഇലക്ട്രോണുകൾ ഹോളുകളായിട്ട് ബന്ധപ്പെടുന്നില്ല അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എൻ ടൈപ്പ് മെറ്റീരിയലിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഈ സാഹചര്യത്തിൽ മെജോറിറ്റി കരിയേഴ്സ് ആയിട്ട് കണക്കാക്കും അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എൻ ടൈപ്പിലെ മെജോറിറ്റി പോർഷൻ ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അതിനെ മെജോറിറ്റി കരിയേഴ്സ് എന്നും ഹോൾസിനെ മൈനോറിറ്റി കരിയേഴ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഇതിൻ്റെ നേരെ തിരിച്ചാണ് പി ടൈപ്പിൽ വരിക. ഇവിടെ ഹോൾസ് ആണ് കൂടുതലുണ്ടാവുക. നമുക്കറിയാം പി ടൈപ്പിൽ ഹോൾസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കരിയേഴ്സ്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആണ് ആര് വരിക? മൈനോറിറ്റി കരിയേഴ്സ് വരിക. ഇനി രണ്ട് ഫിഗറാണ് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എൻ ടൈപ്പും സെക്കൻഡ് വൺ വരുന്നത് പി ടൈപ്പും ആണ്. ഈ എൻ ടൈപ്പിൽ നമുക്ക് കാണാം മെജോറിറ്റി ചാർജ് കരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ചാർജ് കരിയേഴ്സ് ഹോൾസ് ആണ്. ഇവിടെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണുള്ളതെങ്കിൽ പി ടൈപ്പിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണുള്ളത്. അതുപോലെ അവിടെ മൈനോറിറ്റി ചാർജ് കരിയേഴ്സ് ഇലക്ട്രോൺസും മെജോറിറ്റി ചാർജ് കരിയേഴ്സ് ഹോൾസും ആണ്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന രണ്ട് ഫിഗേഴ്സാണ്. എൻ ടൈപ്പും പി ടൈപ്പും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.